ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4,600 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2,200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 6 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. ഒത്തിരി ഫാമിലീസ് താമസിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 മീറ്ററോളം വീതിയുള്ള വലിയൊരു വഴി തന്നെയാണ് വീടിന് മുന്നിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. മറ്റൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 ഇന്നോവ കാർ ഒരേ സമയം നമുക്ക് ഈ വീടിന് മുന്നിൽ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പിൽ വരുന്നൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നതും 2-3 പേർക്ക് ഒരേ സമയം ഇവിടെ ഇരിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നീളവും വീതിയും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വുഡൻ ഫിനിഷ് ലഭിക്കുന്ന രീതിയിലുള്ള നല്ല മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10.5 അടി വീതിയും 12 അടിയോളം നീളമുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒതുങ്ങി മാറിയും സ്റ്റെയർവേയുടെ താഴെയുമായിട്ടാണ് ഈ വീടിൻ്റെ വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായൊരു വാഷ് ബേസിൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രേ കളറാണ് കിച്ചൺ കബോർഡിന് മുഴുവനായി നൽകിയിരിക്കുന്നത്. കിച്ചന് പുറമെയായി വിശാലമായൊരു വർക്ക് ഏരിയ കൂടി ഇവിടെ ബിൽഡർ നൽകിയിട്ടുണ്ട്. ഒട്ടും തന്നെ നനയാത്ത രീതിയിൽ മുഴുവനായി തന്നെ കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ പണിതിരിക്കുന്നത്. 2 സൈഡിലും GI ട്യൂബുകൾ കൊണ്ടുള്ള ഡോറുകൾ വെച്ച് നല്ല സേഫ്റ്റി ആക്കി തന്നെയാണ് ഈ ഏരിയ ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 4 പാളികളുള്ള വലിയൊരു മനോഹരമായ വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിലായി 2 സൈഡ് ടേബിളൊക്കെ കൊടുത്തിരിക്കുന്നതും നമുക്കിവിടെ കാണാം. സ്റ്റാൻഡേർഡായി തന്നെ ചെറിയൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. 12 അടിയിൽ കൂടുതൽ നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ റൂമിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം.
ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. മുഴുവനായി തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തീർത്തൊരു ഹാൻഡ് റെയിലാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിവിശാലമായൊരു വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ആദ്യം കാണാൻ സാധിക്കുന്നത്. മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഏകദേശം 16 അടിയോളം നീളമുള്ള വളരെ വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി ചെറിയൊരു സ്റ്റഡി ടേബിളും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. 14 അടിയോളം നീളത്തിലുള്ള വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഴുവനായി വാർത്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊണ്ട് അലങ്കരിച്ച മനോഹരമായൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ റൂമിലും നല്ലൊരു സീലിംഗ് വർക്ക് നമുക്കിവിടെ കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. 13 അടിയോളം നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാനത്തെ ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ വിശാലമായൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 പാർട്ടാക്കി തിരിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ ബാൽക്കണി നൽകിയിരിക്കുന്നത്. അല്പം ഭാഗം കവേർഡായും ബാക്കി ഭാഗം ഓപ്പൺ ടൈപ്പുമായിട്ടാണ് ഇവിടെ ബാൽക്കണി നൽകിയിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 4.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.